എനിക്ക് ആകെ പേടിയായി തുടങ്ങിയിരിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാ മുത്തശ്ശിയുടെ കണ്ണീന്ന് രക്ഷപ്പെട്ടത്. അയ്യോ, അത് ഭാഗ്യം കൊണ്ടൊന്നുമല്ല. പിന്നെ അവർക്ക് കണ്ണ് കാണാൻ വയ്യഞ്ഞിട്ട്. തമാശ പറഞ്ഞ് ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതൊന്നും പാടില്ല. രാജവല്ലി ഇതറിഞ്ഞ സഹിക്കില്ല. വയ്യ, എനിക്ക് ആ ശാപം വാങ്ങാൻ വയ്യ. ശാപമോ? ഞാൻ അവളെ കല്യാണം കഴിക്കാന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? നമ്മൾ രണ്ടുപേരും ഒന്നു ചേരാൻ. ദേ ഇങ്ങോട്ട് നോക്കി. നീ അതൊന്നും ഓർത്തിട്ടില്ല. അയ്യോ ചേച്ചി, അങ്ങോട്ട് വഴിയില്ല. അയ്യോ നീയായിരുന്നോ? നീ ഇവിടെ ആരോടെ സംസാരിച്ചോണ്ടെന്നേ? അത് ഞാൻ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് എങ്ങനെ സംസാരിക്കാൻ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത്? ആരാവൻ? അവിടെ നിൽക്കാൻ. എന്താ? അശോകൻ, അശോകൻ അല്ല ചേട്ടൻ. ചേട്ടനെ കണ്ടോ? അടുക്കള ഭാഗത്ത് നിൽക്കുന്ന കണ്ടു. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. എപ്പോ നോക്കിയാലും അടുക്കളയില്ല. ഞാൻ നോക്കിട്ട് വരട്ടെ. ഒന്ന് തന്നെ. ഇത് എന്റെ തലയിലിരുന്ന പൂവാണല്ലോ. സാറിന് ഇതെങ്ങനെ കിട്ടി? താഴെ വീണു. ഇതിനൊക്കെ ഇവിടെ വലിയ വിലയാ. വക്കീൽ സാറേ, അല്ല ഈ വക്കീൽ എന്ന് പറയുന്നത് ഇരട്ടപ്പേരാണോ അതോ ജോലിയാണോ? അതെന്താ ജ്ഞാനശീലം ഗുരുക്കൾക്ക് ഇപ്പോഴങ്ങനെ ഒരു സംശയം? അല്ല, കോടതിയിലൊന്നും പോകുന്നു കാണുന്നില്ല. കേസൊന്നുമില്ലേ? ചില പുതിയ പുതിയ കേസുകൾ തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വരും വരും. എനിക്കൊരു സംശയം. ഈ കാർ സ്വന്തമാണോ അതോ ഇവിടുത്തെ? ഇവിടുത്തെയാണ്. സ്വന്തമാണ്. എനിക്ക് വേറൊരു സംശയം കൂടി. വക്കീൽ സാറിന് ഉദ്ദേശം എന്ത് പ്രായം കാണും? എത്ര പ്രായം തോന്നും? അല്ല, ഈ തലയൊക്കെ നരച്ചിട്ടും കല്യാണം കഴിക്കാത്തോണ്ട് ചോദിച്ചതാ. ഓഹോ, അത്രേ ഉള്ളു. എന്താ കഴിക്കാത്തെ? അതെ, മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയില്ല. ഓ, അപ്പൊ മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണിനെ ഒത്തു കിട്ടിയാ കെട്ടും അല്ലേ? മനസ്സിനാണെങ്കിൽ ഒരു പെണ്ണെ ഒത്തു കിട്ടിയാൽ കിട്ടും. വിശ്വസിച്ചിടാം മൃഗത്തിന്, പാടില്ല വിഭ്രമമേകും ഈ സ്ത്രീയാം മൃഗത്തിന്. ലാലിച്ച, ജീവിതം വെറും മായാടാ മായ. അതുകൊണ്ട് നീയും അടി. ഒരിക്കൽ അടുപ്പിച്ചത് കാരണം ചക്കാട്ടി തൃപ്തിയായി. ഇനി മധ്യമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് വേണ്ട. ബന്ധങ്ങൾക്കൊന്നും ഇവിടെ ഒരു വിലയില്ലടാ. എല്ലാം വെറും മായ. ഇന്ന് സ്വന്തം എന്ന് തോന്നുന്നു, നാളെ സ്വന്തം അല്ലാതെയാവും എന്ന് ഗീത പറഞ്ഞിട്ടുണ്ട്. സിനിമ നടി ഗീതേ? ഭഗവത്ഗീത. ഭഗവത്ഗീത. നമ്മുടെ ഈ ശരീരം ലാലിച്ച വെറും ശരീരം. ആത്മാവാണ് സ്വന്തം. ആത്മാവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ചേട്ടാ, എന്ത് പറ്റി? ഇതെന്താ സാധനം? പട്ട പണ്ടിപ്പട്ടേ. ഒരു കുന്നിനൊരു കുഴി, ഒരു രാത്രിക്ക് ഒരു പകൽ. മായ, എല്ലാവരും മായ. മനസ്സിനാണെങ്കിൽ പെണ്ണിനെ ഒത്തുകിട്ടിയ കെട്ടും. ഒരു ഭാര്യമാരെയും വിശ്വസിക്കരുത് ലാലിച്ച. എന്തോ ഞാനൊരു കൊലപാതകയാവും. ചേട്ടന്റെ കട്ടയും പടവും മടങ്ങി എന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ ഇരിക്കണം ശരിയല്ല. வணக்கம். வணக்கம். ஆரா? கவுண்டர் நாயர் வீட்டுக்கு புது சொந்தம் கொண்டாட கேரளாவில இருந்து வந்திருக்கதா கேள்விப்பட்டேன். அதான் கொஞ்சம் பார்த்துட்டு போலான்னு வந்தேன். ഇരിക്ക്. നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല. என்ன தெரியல? முறை பண்ண கல்யாணம் செய்ய வந்தியே, அப்ப என்ன பத்தி தெரிஞ்சுக்கணுமே. பரவாயில்ல, நான் சொல்றேன். நீ உட்காந்துருக்கிய இந்த சேரு, இந்த டேபிள், இந்த பேனா, இந்த ஃபேக்டரி, இதெல்லாம் சிம்பிள். அதை விட முத்தச்சி வீட்டுல எனக்காக காத்துட்டு இருக்கா பாரு ராஜவல்லி,
அத்தனைக்கு நான் தான் வாரிசு. ஃபைல் பாக்குற வரைக்கும் உன் வேலையை நிறுத்திக்க, எங்க லைஃப் வரைக்கும் வந்துடாது. നിങ്ങളുടെ ലൈഫ് എങ്ങനെ എന്റെ കയ്യിലിരിക്കുന്നത്? உங்க கையில இருக்குன்னு சொல்லல, லிமிட்டை தாண்டி போக வேண்டாம்னு சொல்றேன். சார, ராஜவல்லிய கல்யாணம் செஞ்சுக்கிட்டு சந்தோஷமா இருக்கலான்னு ஆசை மட்டும் வளர்த்துக்காத. என்ன, செடி வளர்ந்தா கிள்ளி களையாம், ஆசை வளர்ந்தா ஆசையை மட்டும் வளர்த்துக்காத, ഞങ്ങൾക്ക് അറിവാൾ എടുக்க വേണ്ടി വരും. രാജവല്ലിയുടെ അമ്മയുള്ള കാലത്തും അയാൾ ഇതും പറഞ്ഞ് ഇവിടെ വരുമായിരുന്നു. രാജവല്ലിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ സ്വത്തും പണമൊക്കെ കൈക്കലാക്കാനുള്ള വിദ്യ. ദുഷ്ടൻ. അവര് സ്വത്ത് കൈക്കലാക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഓഹോ, അപ്പൊ ഇത്രയുള്ള മുറപ്പെണ്ണോടുള്ള സ്നേഹം? ഓ, ഗുണദോഷം തുടങ്ങിയോ? എഴുതിയെടുക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പേനയും പേപ്പറും എടുത്തോണ്ട് വരാം. നിന്നേ വന്നിപ്പോ നിന്റെ ഗുണദോഷം കേട്ടില്ലേ, എനിക്ക് ഉറക്കം വരില്ലെന്നായി. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഗുണദോഷിക്ക്. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നത്? ഒന്ന് ഓടി വരണേ. എന്റെ കൊച്ചിനെ ഇന്ദ്രവിളി കൈവശം കൊണ്ട് മയക്കിയെടുത്തു. ആഹാ, ഇവിടെ ഇങ്ങനെയും ചിലത് നടക്കുന്നുണ്ടല്ലേ? എടീ നിന്നെ എനിക്കിത് പണ്ടേ സംശയമുള്ളതാ. അവിടെ ഒരു ശൃംഗാരവും നടക്കും. ഇന്ദ്രവിളി കൊണ്ടുവരാൻ ഞാൻ. രണ്ടിനെയും കൈയോടെ പിടിച്ച സ്വർണ്ണ തള്ളയുടെ കൈ കൊടുക്കാം. എന്താടാ കുത്തമ്പടിയോട് നിൽക്കുന്നത്? ഇക്കാര്യം മുത്തശ്ശിയോട് പറയട്ടെ എന്ന് പറ. ഞാനും ഈ നിൽക്കുന്ന ശ്രീദേവിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മുത്തശ്ശിയോട് പറയാൻ ഞാൻ ഇതെങ്ങനെ പറയും എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്താ പറയുന്നില്ലേ ആരും? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. സത്യം ആരുടെ മുമ്പിലും സധൈര്യം തുറന്നു പറയാൻ ഈ വാരിക്കുഴി അശോകൻ നായർക്ക് ഭയമില്ല. ഭീരുത്വം മരണത്തെക്കാൾ അശോകൻ നായർ വെറുക്കുന്നു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും ആരെയും പ്രേമിക്കാം, പ്രായപൂർത്തിയായാൽ വിവാഹം കഴിക്കാം. അതിനൊരു തമ്പുരാട്ടിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. വരൂ, ഇപ്പൊ തന്നെ മുത്തശ്ശിയെ കണ്ട് വിവരം പറയാം. നീ താലി കെട്ടുന്ന ദിവസവും കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇപ്പൊ തന്നെ മുത്തശ്ശിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാവുന്നു. അളിയാ, ഈ നെഞ്ചിലൊരു കത്തിയെടുത്ത് കുത്ത്, എന്നിട്ട് പൊയ്ക്കോ. പോയി പറ. അപ്പൊ നിങ്ങളായിട്ട് പറയില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ പേരും പറഞ്ഞ ആരെങ്കിലും ഈ കുട്ടിയെ ദ്രോഹിക്കാൻ നോക്കിയാൽ നോക്കില്ല. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കാമവെറി പൂണ്ട ഒരു യുവ കോമളൻ ശ്രീദേവിയുടെ വാതിൽ. ആ ശബ്ദം വെറിയം വാതിൽ തുറന്നത്. ഓഹോ, അവൻ അകത്തേക്ക് കിടക്കുന്നു. ആരാണവൻ? ചേട്ടൻ മുത്തശ്ശി അടക്കം എല്ലാവരെയും വിളിച്ചു നിർത്തണം. വിഷയാസക്തനായ യുവാവിനെ പിടികൂടാനല്ല, അവനെങ്ങനെങ്കിലും രക്ഷപ്പെടും. എന്നും അവനിവിടെ വരാറുണ്ടെന്നും ശ്രീദേവി ജാരസംസർഗമുള്ളവളാണെന്നും പിഴച്ചവളാണെന്നും മുത്തശ്ശിയെ ധരിപ്പിക്കണം. ആ നിമിഷം അവളെ പാഴ്സൽ ചെയ്യും. ആ ജാരൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. വക്കീലായിരിക്കും അല്ലേ? അല്ല, പിന്നെ ആ യുവ കോമളൻ ഞാനായാലോ? നീയോ? കഥയിൽ ചോദ്യമില്ല.